ബേസിക്കലി ഇന്നിപ്പം നമ്മള് ആൾക്കാര് അയാള് ചെയ്തത് ശരിയല്ല എന്നും പറഞ്ഞ് നമ്മള് ചെയ്യുമ്പം, പലപ്പോഴും വണ്ടി തട്ടിന്നൊക്കെ പറഞ്ഞ് ഉള്ള മറ്റേ കുത്തിക്കൊന്നു ഉള്ളത് നമ്മളിപ്പം പലപ്പോഴും കേൾക്കുന്ന കാര്യാ. നമ്മള് മനസ്സിലാക്കണം ഒരാള് മറ്റേ ആളുടെ അയാൾ ഡ്രഗ് അടിച്ചിട്ട് വന്നിരിക്കുകയാണോ? അണ്ടർ ആൽക്കഹോൾ ഇഫക്റ്റ് ആണോ? അല്ലെ മറ്റെന്തെങ്കിലും ഡ്രഗിന്റെ ഇഫക്റ്റ് ആണോ? അങ്ങനെയുള്ളവരാണല്ലോ ഇങ്ങനെ ഒരുതരം അറ്റാക്കിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന് മാറിപ്പോകാനാണ് നമ്മൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പൊ കുടുംബത്തിലാണെങ്കിലും ഇപ്പം ഭാര്യയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുക. ഇപ്പൊ ഹസ്ബൻഡ് വന്ന് അതൊക്കെയാണല്ലോ ഈ കുടിയന്മാരുടെയും മറ്റുള്ള വീടുകളിലൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം. ഈവൻ മക്കള് വന്ന് അണ്ടർ അഡിക്റ്റ് ആയിട്ടുള്ള മക്കള് വന്ന് പേരൻസിനെ ഉപദ്രവിക്കുന്നു. അപ്പം അണ്ടർ അഡിക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരിന്ന് മാറി നിൽക്കാൻ നോക്കുക എന്നുള്ളതേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് മനസ്സിലാക്കുക, ചിലപ്പോൾ അവരുടെ മാനസിക നില തെറ്റിയവരായിരിക്കും. അപ്പൊ അവർക്ക് മാനസിക നില തെറ്റിയിരിക്കുക, അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ഒഴിവായി മാറുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവന് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഇഞ്ചുറി വരാമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ അണ്ടർ ഇൻടോക്സിക്കേറ്റഡ് ആൽക്കഹോൾ ആണെങ്കിലും മറ്റേതിൻ്റെയെങ്കിലും ഇൻടോക്സിക്കേഷനിൽ ഇരിക്കുന്നവരും അതുപോലെ തന്നെ വിത്ഡ്രോവൽ സിംറ്റമിൽ ഇരിക്കുമ്പോഴും അപ്പൊ നമ്മൾ അമ്മമാരും വീട്ടുകാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കള് ഇപ്പം ഏതിനേലും അഡിക്ഷന് അവർക്കത് കിട്ടാതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. അച്ഛനും അമ്മയും ഒന്നും വിഷയമല്ല. അവർക്ക് ആ ഡ്രഗ് കിട്ടണം എന്നുള്ള അവർക്ക് അത്ര ഡിസ്കംഫർട്ട് ആയിരിക്കും അത്. അപ്പൊ അവര് ശരിക്കും സൈക്കോസിസിലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവനെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവനെ ഒരു അഡിക്ട്സ് ആയിട്ടുള്ളവരെ എല്ലാം നമ്മളൊരു മാനസിക രോഗിയായിട്ട് വേണം കാണാനായിട്ട്. അപ്പൊ മാനസികമായിട്ട് അവര് നില തെറ്റിയിരിക്കുകയാണ്. അപ്പൊ അവര് രോഗിയെ പരിഗണിക്കുന്നത് പോലെ തന്നെ നമ്മൾ കണ്ടാലേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു നിലപാട് നമ്മൾ വീട്ടിലാണേലും മറ്റേ സൊസൈറ്റിയിലാണേലും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഹാം ചെയ്യാതിരിക്കാനും അതിനൊരു വഴി ഉണ്ടാവുള്ളൂ. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.